നിങ്ങളുടെ പ്രവാചകൻ സമ്പൂർണനായി യതീമായി പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ കരുണാവാരിധിയായ റബ്ബ് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അനലഹു കഫീൽ, ആ നബിതങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ആ കുഞ്ഞിന്റെ കൈ ഞാൻ പിടിച്ചുകൊണ്ട് നടക്കാമെന്നല്ല, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ പകരക്കാരന് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒന്നാമതായി കടന്നു വന്ന പകരക്കാരനാണ് സയ്യിദുനാ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് വാപ്പയ്ക്ക് വരമാട്ടി പണികളൊക്കെ ചെയ്തത്. പക്ഷേ ആ കഫാലത്ത് അധിക നാൾ നീണ്ടു നിന്നില്ല. 8ാമത്തെ വയസ്സായപ്പോൾ അവരും ലോകത്ത് നിന്ന് വിട പറയുകയാണ്. പിന്നീട് മൂത്താപ്പയായ അബൂ താലിബാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് വസിയ്യത്ത് പ്രകാരം. അങ്ങനെ ഏറ്റെടുത്തിട്ട് ഒരു 10-25 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അവരും ഇതാ ലോകത്തുനിന്ന് വിട പറയുന്നു. ഇനി നബിതങ്ങൾക്ക് സംരക്ഷണം ആരാ കൊടുക്കേണ്ടത്? അവിടുത്തെ വാപ്പയ്ക്ക് പകരമായി വാപ്പയായി, ഉമ്മയ്ക്ക് പകരമായിട്ട് ഉമ്മയായി, ഭാര്യയ്ക്ക് പകരമായിട്ട് സഹധർമ്മിണിയായി കടന്നു വന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അവര് കടന്നു വന്നപ്പോൾ അല്ലാഹു പറഞ്ഞില്ലേ നബിയെ, അലം യജിദ്ക യതീമൻ ഫആവാ. അനാഥത്വത്തിന്റെ കൈപ്പുനീര് കുടിക്കേണ്ടി വന്ന തങ്ങളെ നിങ്ങൾ ഞാൻ വിട്ടുകൊടുക്കൂല. സനാതത്വത്തിന്റെ തോളിലേറ്റിക്കൊണ്ട് നിങ്ങളെ നയിപ്പിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ? അലം യജിദ്ക യതീമൻ ഫആവാ, സംരക്ഷണ കവചം നിങ്ങൾക്ക് നാം ഒരുക്കി തന്നു. വവജദക ആയിലൻ ഫഅഗ്നാ, നേരെ ചൊവ്വേ ആർക്കെങ്കിലും ഒരു വിനിമയം നടത്താനുള്ള നാരണ കയ്യിലില്ലാത്ത തങ്ങളെ നിങ്ങൾക്ക് യഥേഷ്ടം സാമ്പത്തികപരമായ അഭിവൃദ്ധി തന്നില്ലേ? തന്റെ കയ്യിലുണ്ടായിരുന്ന, കാലിലുണ്ടായിരുന്ന, കഴുത്തിലുണ്ടായിരുന്ന കാഞ്ചനാഭരണങ്ങൾ മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത് മറ്റാരുമല്ല, ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ മഹദിയവറുകളാണ്. എന്നിട്ട് അവസാനം 25 വർഷക്കാലം സഹശയനത്തിന്റെ ഉടമയായ ഉമ്മാമ ദുനിയാവിന്ന് വിട പറയുന്ന ഘട്ടത്തില് അവർക്കിതാ കഫം പുടവയ്ക്ക് വേണ്ടിയിട്ട് തുണി തികയാതെ വന്നു എന്ന ചരിത്രം ചേർത്ത് വായിക്കുമ്പോൾ ഗർഭപുല്ലികളുടെ അകമ്പടിയോടുകൂടെ ഭൂമിദാനം ചെയ്യേണ്ടി വന്നു എന്ന് ചരിത്രം പറയുമ്പോൾ ആ ഉമ്മ പരിശുദ്ധമായ ദീനിനു വേണ്ടിയിട്ട് നൽകിയ സംഭാവനകളുടെ ആഴവും പരപ്പും നാം ഒന്ന് അറിയേണ്ടതല്ലേ? ഉമ്മാമ ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങൾ കടന്നു വരുമ്പോൾ കരയുകയാണ്. എന്താണ് ബീവിയെ കരയുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. എന്തിനാ കരയുന്നത്? ഇശാസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കരയുകയാണ്. യാ റസൂലുള്ളാഹ് തങ്ങളെ, നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഒരു ഉമ്മാമ 2 ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇവിടെ വന്നു. പശിയടക്കാൻ, ചുറ്റടക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ തങ്ങളെ, നിങ്ങൾക്ക് വകയായി വെച്ചിരുന്ന അത്താഴത്തിന്റെ 3 കാരക്ക ഞാൻ അവർക്ക് എടുത്തു കൊടുത്തുപോയി. ഹബീബായ തങ്ങൾ പറഞ്ഞു, അതിനെന്താണ്? നമുക്ക് യാതൊരു പ്രശ്നവുമില്ല തങ്ങളെ, എനിക്ക് അതല്ല കരച്ചിൽ വന്നത്. ആ 2 കുഞ്ഞുങ്ങൾക്കും ഓരോ ഈത്തപ്പഴങ്ങൾ കൊടുത്തപ്പോൾ കാരക്ക കൊടുത്തു. ആ കുട്ടികൾ വളരെ ആക്രാന്തത്തോടെ അകത്തേക്ക് എടുത്തിട്ടു. 3ാമതൊരെണ്ണം ആ കുഞ്ഞുങ്ങളുടേതായ വിശപ്പിന്റെ ആ കാലദൈർഘ്യം പോലെ തന്നെ അത്രമാത്രം പഴക്കമുണ്ടല്ലോ ഉമ്മയുടെ വിശപ്പിനും. അതുകൊണ്ട് ആ തള്ള വായിലോട്ട് 3ാമത്തെ കാരക്കിട്ടപ്പോൾ ആദ്യമേ കൊടുത്ത കുഞ്ഞ് അതങ്ങിറക്കിയ ശേഷം, ഉമ്മ, നിങ്ങളുടെ വായിൽ കിടന്ന് കളിയാടുന്ന കാരക്കായുടെ കഷണം എനിക്ക് വീണ്ടും തരുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഉമിനീരുകൾ കൊണ്ട് പുരണ്ട കാരക്കായുടെ കഷണം ആ ഉമ്മായുടെ വായിൽ നിന്ന് ചെറിയ കുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്ത രംഗം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഉമ്മ മക്കളോട് കാണിച്ച കാരുണ്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ,
വല്ലാഹു അർഹമു ബിഹാ, ഇതിനേക്കാൾ ആ ഉമ്മ തന്റെ കുഞ്ഞുങ്ങളോട് കാണിച്ച കരുണയേക്കാൾ വലിയ കാരുണ്യവാൻ യജമാനനായ അല്ലാഹുവാണ്. ആ റബ്ബ് തആല മുത്തനബിയോട് ചോദിക്കുന്നു, നബിയേ, ഈ റഹ്മത്തിന്റെ കട്ട ഒന്നിച്ചെടുത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഫിറ്റ് ചെയ്തു തരട്ടെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, യജമാനനായ അല്ലാഹ് നിങ്ങൾ ചെയ്യുന്ന പോലത്തെ കരുണ എന്നെ കൊണ്ട് നിർവഹിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ പിന്നെ അതിന്റെ ഒരു ചെറിയ ശകലം, ഒരു പീസ് അവിടുന്ന് തരാം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും, ആ ഒരു ചെറിയ കഷ്ണത്തിന്റെ ഭാഗമായിട്ടാണ് അവിടുന്ന് സഹപ്രവർത്തകന്മാരെ കൂട്ടിയിണക്കാൻ കഴിഞ്ഞില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കയ്യിൽ 5 വിരലുകളുണ്ട്, കണ്ടില്ലേ? ഈ 5 വിരലുകളിൽ ഓരോ വിരലുകളെയും 3 എല്ലിൻ കഷ്ണങ്ങൾ കൊണ്ട് പടച്ചറപ്പ് മാനുഫാക്ചറിംഗ് തിയറി, അതിന്റെ നിർമ്മാണത്തിന്റെ സംഹിതകൾ മനസ്സിലാക്കിയ യജമാനനായ അല്ലാഹു തആല 15 അസ്ഥിപഞ്ജരങ്ങൾ കൊണ്ട് 5 വിരലുകളെ സംവിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് അജയ്യനായ അല്ലാഹു തആല ഓരോ വിരലിന്റെ ഇടയിലും അനിവാര്യമായ വിടവ് തന്നത് കണ്ടില്ലേ? എന്തിനാണത്? ചേർത്തി പിടിക്കാൻ വേണ്ടിയിട്ടാണ്, കോർത്തി ഇണക്കാൻ വേണ്ടിയിട്ടാണ്. അകന്നു പോകുന്ന മനസ്സുകൾ കൊണ്ട് അകലുന്നവരെ, ശരീരം കൊണ്ട് അകന്നു പോകുന്നവരെ ചേർത്തി പിടിക്കലാണ് മഹത്തായ ഐശീഫിന്റെ ദൗത്യം. അതാണ് RC ഉദ്ഘോഷിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, പരിപാടിയിലേക്ക് ക്ഷണിച്ചത് മുഹമ്മദ് സഖാഫിയാണെന്ന് പറയുമ്പോ RC ഇന്റർനാഷണൽ ഘടകത്തിനോട് ഈശീക്ക് സൂചിക്കേണ്ട ഒരു മനുഷ്യനാണ്. പടച്ചറബ്ബേ, അവരുടെ സഹികളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്.